നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന് കാര്യമായ നഷ്ടങ്ങൾ സംഭവിക്കും. തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രക്രിയ വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, ഒരു ഭൂരിപക്ഷം കോബ്ലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത NDAക്ക് തീർച്ചയായും ഉണ്ട്. ഇപ്രാവശ്യം സ്ഥിതി മാറിയിരിക്കുന്നു. ദളിത് പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ BJP ഫോൾഡിലാണ്, അതായത് NDA ഫോൾഡിലാണ്. അപ്പോൾ 10,000 രൂപ വെച്ച് 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ്. ഇൻഡയറക്റ്റായി വരുന്നതല്ല, നേരിട്ട് വരികയാണ്. മഹിളകൾക്കും സ്ത്രീകൾക്കും യുവ ചെറുപ്പക്കാർക്കും പ്രയോജനകരമായ പദ്ധതികൾ, വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുന്നു. 18 സീറ്റുകളുടെ പിൻബലം ബീഹാറിൽ നിന്ന് ഉണ്ട്, BJPയുടെ സീറ്റിന് പുറമെ. ഇത് നിർണായകമാണ്. മോദിയുടെ നിലനിൽപ്പിന് അത് നിർണായകമാണ്. നിതീഷിന് BJPയേക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ BJP ഇപ്പോൾ സമ്മതിക്കുന്നില്ല. നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് തീരെ കുറവ് സീറ്റുകളും BJPക്ക് സാമാന്യം നല്ല സീറ്റുകളുമാണ് ലഭിക്കുന്നത്. ഭൂരിപക്ഷത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഘട്ടമാണ് വരുന്നത് എങ്കിൽ നിതീഷ് കുമാർ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പിളർത്തിയെടുത്തുകൊണ്ട് ശിവസേനയെ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് പിളർത്തിയത്, സമാനമാകുന്ന രീതിയിൽ JDUവിനെ ഒരിക്കൽ കൂടി പിളർത്തിയെടുക്കാൻ BJPക്ക് കഴിയാനാണ് സാധ്യത. രാഷ്ട്രീയ കസേര കളികളുടെ വിളനിലമായ ഭൂമി, ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം, 13.7 കോടി ജനങ്ങളുമായി രാജ്യത്തെ ജനസംഖ്യാ പട്ടികയിൽ 3ാമത്. ഇവരിൽ 4/1 കടുത്ത ദാരിദ്ര്യത്തിൽ, പകുതിയിലേറെയും നിരക്ഷരർ, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമെല്ലാം പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കപ്പെട്ട ഗ്രാമങ്ങളും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം അതിദരിദ്രരായ മനുഷ്യരുമാണ് ബീഹാറിൽ അധികവും. കൂറുമാറ്റങ്ങളും കുതികാൽ വെട്ടും കണ്ട് ശീലിച്ച ബീഹാർ ജനത മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ആർക്കാണ് ബീഹാറിൽ സാധ്യത? ഇന്ന് ആദ്യം NDAയുടെ സാധ്യതകൾ പരിശോധിക്കാം. ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ബീഹാറിനുള്ളത് നിർണായകമായ സ്ഥാനമാണ്. ബീഹാറിന്റെ മണ്ണിലും മനസ്സിലുമെല്ലാം രാഷ്ട്രീയമാണ്. ജാതി രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലം എന്ന് പറയാം. BJP സർവാധികാരം കുതിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയുടെ നിർണായകമായ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിന്റെ രാഷ്ട്രീയവും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളും എക്കാലവും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. ഇക്കുറി NDAക്ക് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ പറ്റുമോ? ഇക്കാലത്തും NDAക്ക് ഒരു നടത്തിപ്പ് വശമുണ്ട് എന്ന് പറഞ്ഞാൽ, കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ പോലും വിവിധ രീതിയിലുള്ള പൊളിറ്റിക്കൽ മാനേജ്മെന്റിലൂടെ ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കാനുള്ള ഒരു അനിതര സാധാരണമായ ഒരു വൈഭവം കാലാകാലങ്ങളിൽ പല സംസ്ഥാനത്തും NDA കാട്ടിയിട്ടുണ്ട്. ഇത്തവണ ബീഹാറിൽ NDA സമരം ശക്തമായ മുന്നണി തന്നെയാണ്. ഇത്രയും കാലം ഭരിച്ച ഒരു മുന്നണി എന്ന നിലയിൽ ഇൻകംബൻസി അഡ്വാൻറ്റേജ് NDAക്കുണ്ട് എന്ന് പറയാം. നിതീഷ് കുമാർ മുഖ്യമന്ത്രി, അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികൾ 40,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികളാണ് ഇൻ ദ പൈപ്പ് ലൈൻ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് വലിയ രീതിയിൽ 10,000 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിൽ ഒരു വർഷം വരുമ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യമായി കാണാനാവില്ല. അതുകൊണ്ട് ഇൻകംബൻസിയുടെ ഭരണത്തിലിരിക്കുന്നതിന്റെ സകല പ്രയോജനവും ലഭിക്കുന്നു എന്നതൊരു കാര്യം. പിന്നെ ഘടനകളെ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു സാധ്യത, അതിന്റെ ഭാഗമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഈ വോട്ട് പട്ടികയിൽ വലിയ ക്രമക്കേടുകളൊക്കെ രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോഴും ബീഹാറിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരവുമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഒരു 65,000-ഓളം വോട്ടുകളാണ് അവിടെ വെട്ടി നിരത്തപ്പെട്ടത്. അപ്പൊ അതിൽ കുറെയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും യഥാർത്ഥ 45 പരം ലക്ഷം വോട്ടുകൾ ഇപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്നല്ല, അതിൽ മരിച്ചുപോയവരുണ്ട്, മറ്റ് ഇടങ്ങളിൽ വോട്ട് ഉള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്. അത് ശരിയാണ്. പക്ഷേ അവിടെയും ഇന്ത്യ മുന്നണിയെ അനുകൂലിക്കുന്ന ഇടങ്ങളിലാണ് വോട്ട് ഭീമമായി വെട്ടി നിരത്തിയത് എന്ന ആരോപണം നിലനിൽക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന വ്യാജ വോട്ടർമാരെയാണ് വെട്ടിനിർത്തിയത് എന്ന മറു ആരോപണവും മറു ഡിഫൻസുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല, ഇത് നേപ്പാളിന്റെ അയൽ സംസ്ഥാനമാണ് ബീഹാർ എന്ന് ഓർക്കുക. അപ്പോൾ നേപ്പാളിൽ നിന്ന് വരുന്ന ആളുകളൊന്നും മുസ്ലിംസ് അല്ല, അവർ ഹിന്ദുക്കളാണ്. ആ വോട്ടുകളും വെട്ടി പോയിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പൊ ഇത് രണ്ട് രീതിയിലും കട്ട് ചെയ്യാവുന്ന ഒന്നാണ്. പക്ഷേ
ആ പ്രക്രിയ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ന ആരോപണം ഉള്ളത് കൊണ്ടും അത് ടൈലർ മെയ്ഡ് ഫോർ നിതീഷ്, BJP ആൻഡ് NDA എന്ന ഒരു നറേറ്റീവാണ് അവിടെ വരുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെയുള്ള ചിത്രം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രക്രിയ വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, ഒരു ഭൂരിപക്ഷം കോബ്ലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത NDAക്ക് തീർച്ചയായും ഉണ്ട്. ബീഹാറിന്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നത് തന്നെ അവിടുത്തെ ഭൂരിപക്ഷമായ പിന്നാക്ക വിഭാഗങ്ങളാണ്. ജനസംഖ്യയുടെ 63% ഈ പിന്നാക്ക വിഭാഗങ്ങളാണ്. ഇത് എത്രത്തോളം BJPക്ക് ഗുണകരമാകും? പിന്നാക്ക രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് ബീഹാർ. ആ പിന്നാക്കക്കാരെന്ന് പറയുമ്പോൾ അതിൽ യാദവ OBC വിഭാഗമുണ്ട്, മുസ്ലിം വിഭാഗമുണ്ട്. ഇതിൻ്റെയൊക്കെ ഏതാണ്ട് കുത്തക അവകാശം ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ രാഷ്ട്രീയ ജനതാദളിനാണ്, തേജസ്വി യാദവ് നയിക്കുന്ന RJDക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യാദവ OBCയേക്കാൾ കൂടുതൽ എണ്ണം OBCകൾ ഉള്ളത് നോൺ യാദവ് OBC വിഭാഗങ്ങളിലാണ്. അതുപോലെ കോയിരി, കുർമി വിഭാഗങ്ങളൊക്കെയാണ്. അവരുടെ എല്ലാം അചഞ്ചലമായ പിന്തുണയിലാണ് നിതീഷ് കുമാർ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അതിന്റെ പ്രയോജനവും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് BJPക്ക് നിതീഷ് കുമാറിലൂടെ പിന്നാക്ക ജാതികളുടെ ഇടയിലേക്ക്, നോൺ യാദവ് OBCയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പാലമായി നിതീഷിനെ കാണുന്നു. അതാണ് സത്യം. അതുകൊണ്ട് മുന്നാക്ക വിഭാഗങ്ങൾ, BJP എക്കാലത്തും അനുകൂലിക്കുന്ന ഠാക്കൂർമാർ, മറ്റ് മുന്നാക്ക വിഭാഗങ്ങൾ, അവരുടെ വോട്ടും പിന്നാക്ക വോട്ടുകളും നിതീഷ് കുമാർ കൊണ്ടുവരുന്ന പിന്നാക്ക വോട്ടുകളും എല്ലാം ചേർന്ന്, അതുപോലെ തന്നെ മഹാദളിതുകൾ, മറ്റ് ദളിത് വിഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന കക്ഷി, ആ കക്ഷി കൊണ്ടുവരുന്ന ദളിത് വോട്ടുകൾ വളരെ നിർണായകമാണ്. 29 സീറ്റാണ് ആ പാർട്ടിക്ക്, ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക്, ലോക് ജനശക്തി പാർട്ടിക്ക് BJP വെച്ച് നീട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക് ജനശക്തി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചു. നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വലിയ റോൾ വഹിച്ചത് ലോക് ജനശക്തി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികൾ അധികം പേര് വിജയിച്ചില്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ BJPക്ക് NDA മുന്നണിയിൽ വലിയ മേൽക്കൈ ലഭിച്ചത് അതിന്റെ കൂടെ ബലത്തിലാണ്. ഇപ്രാവശ്യം സ്ഥിതി മാറിയിരിക്കുന്നു. ദളിത് പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ BJP ഫോൾഡിലാണ്, അതായത് NDA ഫോൾഡിലാണ്. അതുകൊണ്ട് തുല്യ നമ്പർ സീറ്റുകൾ, 101 സീറ്റുകൾ BJPയും 101 സീറ്റുകൾ തുല്യ എണ്ണമാണ് JDUവും മത്സരിക്കുമ്പോൾ, തൊട്ടു പിന്നിൽ 29 സീറ്റുകളുമായി രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 3ാം സ്ഥാനത്ത് നിൽക്കുന്നു സീറ്റുകൾ അനുസരിച്ച്. അതേപോലെ തന്നെ മറ്റ് പാർട്ടികൾ, ജിതിൻ റാം മഞ്ചിയുടെ പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് 6 സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയുണ്ട്, ഈ പാർട്ടിക്കും 6 സീറ്റ്. ഇതെല്ലാം തന്നെ പിന്നാക്ക വോട്ടുകൾ NDAയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വെഹിക്കിൾസ് ആണ്, ഘടകങ്ങളാണ്. അതുകൊണ്ടൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അത് ഇരു മുന്നണികളും നല്ല ഭംഗിയായി പയറ്റുന്നുണ്ട്. NDAയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗും വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ഒരു പ്രഖ്യാപനം അതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം എന്ന പ്രഖ്യാപനം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുമോ? നിതീഷിനും BJPക്കും ഇത് കൂടുതൽ വോട്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ ഫ്രീ ബീസ് എന്നത് ഏത് തിരഞ്ഞെടുപ്പിലെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 1 കോടി സ്ത്രീകൾ, അപ്പൊ എത്ര പേരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ? ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീ, അപ്പൊ ആ സ്ത്രീക്ക് ഒരുപക്ഷെ 5, 8, 10 പേരുടെ ലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. ആ സ്ത്രീക്ക് പലരുടെയും സംരക്ഷണ ചുമതലയും ഉണ്ടാകും. അപ്പൊ 10,000 രൂപ വെച്ച് 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ്, ഇൻഡയറക്റ്റായി വരുന്നതല്ല, നേരിട്ട് വരികയാണ്. ഇതൊരു വളരെ നിർണായകമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീ വോട്ട് വളരെ പ്രധാനമാണ് എല്ലായിടത്തും. നമ്മൾ കണ്ടതാണ് ലാഡ്കി ബഹൻ പദ്ധതി മഹാരാഷ്ട്രയിൽ വിജയകരമായി BJP അല്ലെങ്കിൽ NDA സഖ്യം നടപ്പാക്കിയതിന്റെ പ്രയോജനമാണ് BJPക്ക്, ഫഡ്നാവിസിന് മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കഴിഞ്ഞത് എന്നുകൂടി ഓർക്കണം. മാത്രമല്ല MY കോമ്പിനേഷൻ എന്നതായിരുന്നല്ലോ ബീഹാറിന്റെ മുദ്രാവാക്യം. അത് പലപ്പോഴും ഇന്ത്യ മുന്നണിയെ സഹായിക്കുന്ന മുസ്ലിം യാദവ് സഖ്യം. പക്ഷേ മറ്റൊരു രീതിയിലും MY പ്രസക്തമാണ്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രയോജനകരമാകുന്ന ഒരു കാര്യമാണ്. അതായത് മഹിള, M ഫോർ മഹിള, Y ഫോർ യുവ. അപ്പം മഹിളകൾക്കും സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും പ്രയോജനകരമായ പദ്ധതികൾ, വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ
ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുന്നു. അതൊരു പ്രതീതിയാണ്. യഥാർത്ഥത്തിൽ ഈ 40,000 കോടി രൂപയുടെ പദ്ധതികൾ, അത് ചില്ലറ പദ്ധതികളല്ല. അതിൽ പലതും ഈ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ്. കഴിഞ്ഞ തവണ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സൈക്കിൾ ദാനമായി നൽകി. അതൊക്കെ ഉണ്ടാക്കിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, ബീഹാറിൽ തകർന്നു കിടന്ന ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയെടുക്കാൻ, അത് പൂർണ്ണമായി കണ്ണാടി പോലെ ആക്കിയെന്നല്ല, മെച്ചപ്പെടുത്തിയെടുക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുശാസൻ ബാബു എന്ന പേര്. കാരണം ദുശാസനല്ല, സുശാസനനാണ് നിതീഷ് കുമാർ എന്നൊരു പേരെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലത്താണ് അദ്ദേഹത്തിന് ഡിമെൻഷ്യ പോലും ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം പൂർവാധികം ശക്തനായി തിരിച്ചു വരാൻ ആവാത്ത ഒരു നിലയിലുമാണ്. പക്ഷേ വികസന പദ്ധതികൾ അദ്ദേഹത്തിലൂടെ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഇൻകംബൻസി ബെനിഫിറ്റ് BJPക്ക് കൂടി ലഭിക്കും എന്നതാണ് സത്യം. സർ, ഈ ഒരു തെരഞ്ഞെടുപ്പിനുള്ള പ്രത്യേകത മഹാരാഷ്ട്രയിലെയോ ഝാർഖണ്ഡിലെയോ ഹരിയാനയിലെയോ പോലെയല്ല. NDAയുടെ നിലനിൽപ്പിനെ പോലും സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. NDAക്ക് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായാൽ അത് മോദിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? ദേശീയ രാഷ്ട്രീയത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് രാഖിരാമാനം മുന്നണി മാറുന്ന നിതീഷിന്റെ കാര്യം കൂടി ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ബീഹാറിലേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നു? ബീഹാർ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് മറ്റേത് സാധാരണ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോലെ എല്ലാവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നു? അതിനുള്ള ഉത്തരം ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ഫലവും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് പലരും കരുതുന്നു. അതിനുള്ള പ്രധാന കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലോക്സഭയിലില്ല എന്നതാണ്. 240 സീറ്റ് മാത്രമാണ്. അതുകൊണ്ട് ബീഹാറിൽ നിന്ന് വരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടി നൽകുന്ന 12 സീറ്റും സഖ്യകക്ഷിയായ രാംവിലാസ് പാസ്വാന്റെ, ചിരാഗ് പാസ്വാന്റെ ഈ പാർട്ടി നൽകുന്ന 5 സീറ്റും അതുപോലെ ജിതിൻ റാം മാഞ്ചിയുടെ സീറ്റും എല്ലാം ചേർന്ന് 18 സീറ്റുകളുടെ പിൻബലം ബീഹാറിൽ നിന്ന് ഉണ്ട്, BJPയുടെ സീറ്റിന് പുറമെ. ഇത് നിർണായകമാണ്. മോദിയുടെ നിലനിൽപ്പിന് അത് നിർണായകമാണ്. ഇതാണ് തത്വത്തിൽ. പക്ഷേ നിതീഷ് കുമാർ ഗയാറാം പൊളിറ്റിക്സിന്റെ ഉസ്താദാണ്, ആചാര്യനാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാനാവില്ല എന്ന് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് നിതീഷ് കുമാറിനെ പരമാവധി മെരുക്കിയെടുക്കാൻ. പ്ലാൻ A എന്ന് പറയുന്നത് 101 സീറ്റുകൾ വീതം മത്സരിക്കുക. നിതീഷിന്റെ പാർട്ടിയും BJPയും 101 സീറ്റുകൾ വീതം മത്സരിക്കുക. മുൻകാലങ്ങളിൽ നിതീഷ് കുമാറിന്റെ JDU ആണ് കൂടുതൽ സീറ്റിൽ മത്സരിച്ചിരുന്നത്. ഏതാനും സീറ്റുകൾ BJP മത്സരിച്ചതിനേക്കാൾ ഏതാനും സീറ്റുകൾ കൂടുതൽ മത്സരിച്ചു. പക്ഷേ ഫലം വരുമ്പോൾ BJPക്ക് വലിയ നമ്പർ സ്ട്രൈക്ക് റേറ്റ് ആണ്. BJP കുറവ് സീറ്റിൽ മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകൾ JDUവിനേക്കാൾ കൂടുതൽ ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരേ നമ്പറാണ്. അതിൽ നിതീഷിന് ചെറിയ അസംതൃപ്തിയുണ്ട്. നിതീഷിന്റെ എക്കാലത്തെയും ഭയവും അത് അത്ര ന്യായമായ ഒരു ഭയം തന്നെയാണ്. അതിനർത്ഥം നിതീഷിന് BJPയേക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ BJP ഇപ്പോൾ സമ്മതിക്കുന്നില്ല. കാരണം അടുത്ത മുഖ്യമന്ത്രി പദത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നോട്ടമുണ്ട്, കട്ടായം. ഇവിടെ 101 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മൊത്തത്തിൽ ഭൂരിപക്ഷം ലഭിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കൃത്യമായി ഇപ്പോൾ തന്നെ സൂചനയുണ്ട് BJPക്ക് തന്നെയായിരിക്കും കൂടുതൽ നമ്പർ സീറ്റുകൾ, സഖ്യത്തിൽ കൂടുതൽ നമ്പർ സീറ്റുകൾ വിജയിച്ചു വരാനാവുക, മുൻകാലത്തെ പോലെ തന്നെ. അപ്പോൾ നിതീഷ് കുമാറിന് ഒരിക്കൽ കൂടി ഔദാര്യപൂർവ്വം മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടാൻ BJP തയ്യാറാവുമോ? എന്റെ ഒരു നിഗമനം ഇല്ല എന്ന് തന്നെയാണ്. ഇപ്രാവശ്യം നിതീഷ് കുമാറിനോട് പറയും, താങ്കൾ സംയമനം പാലിക്കുക, താങ്കൾക്ക് കേന്ദ്രത്തിൽ നല്ലൊരു പദവി തരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവർണർ പദവിയോ മറ്റെന്തെങ്കിലും തന്ന് നിതീഷ് കുമാറിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അതാണ് നടക്കാൻ സാധ്യത. അപ്പൊ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ BJPക്ക് മുഖ്യമന്ത്രി പദം, അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാണ് കൂടുതൽ നമ്പർ കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായി നിതീഷ് കുമാറിനെ അംഗീകരിക്കേണ്ടി വരും. നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് തീരെ കുറവ് സീറ്റുകളും BJPക്ക് സമാനം നല്ല സീറ്റുകളുമാണ് ലഭിക്കുന്നത്. ഭൂരിപക്ഷത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഘട്ടമാണ് വരുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ, മുകേഷ് സാഹ്നിയുടെ പാർട്ടി ഉൾപ്പെടെ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ മറുകണ്ഠം ചാടിച്ച് NDAക്ക് ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കാൻ തീർച്ചയായും കഴിയും. അത് മാത്രമല്ല, മറ്റൊരു പാർട്ടി കൂടി ഉണ്ട് എന്ന് ഓർക്കണം.
നമ്മള് ഇന്ത്യ മുന്നണിയും മാത്രമല്ല, ജൻസുരാജ് പാർട്ടി എന്ന ഒരു മൂന്നാം കക്ഷി ശക്തമായ രംഗത്തുണ്ട്. പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എത്ര സീറ്റുകളാണ് ലഭിക്കുന്നത് എന്ന് കൃത്യമായി അറിയില്ല. അദ്ദേഹത്തിന് പാർട്ടി അധ്യക്ഷൻ പറയുന്നത് ഒന്നുകിൽ ഞങ്ങൾക്ക് 140-150 സീറ്റുകൾ ലഭിക്കും, അല്ലെങ്കിൽ 10 സീറ്റിൽ താഴേക്ക് ചുരുങ്ങും. 10 സീറ്റിൽ താഴേക്ക് ചുരുങ്ങാനാണ് സാധ്യത. എത്രയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിലും അതുകൂടി സ്വാംശീകരിക്കാൻ കഴിയുമോ എന്ന് നോക്കും. അതിനു ശേഷം വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ, നിതീഷ് കുമാർ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ, നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പിളർത്തിയെടുത്തുകൊണ്ട് ശിവസേനയെ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് പിളർത്തിയത്, സമാനമാകുന്ന രീതിയിൽ JDU-വിനെ ഒരിക്കൽ കൂടി പിളർത്തിയെടുക്കാൻ BJPക്ക് കഴിയാനാണ് സാധ്യത. എങ്ങനെയും ഭരണത്തിലെത്തുക എന്നത് BJPയുടെ ഒരു നിശ്ചയദാർഢ്യമായി ബീഹാറിൽ കാണാം. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അധികാരത്തിലെത്താത്ത ഏക സംസ്ഥാനം ബീഹാറാണെന്ന് ഓർക്കണം. BJP എപ്പോഴും ഒരു ജൂനിയർ പാർട്ണറായി നിൽക്കേണ്ടി വരുന്നു. പക്ഷേ സഖ്യത്തിലെ ഏറ്റവും പ്രബല കക്ഷിയും BJP തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിതീഷ് കുമാർ പിണങ്ങിയാൽ നരേന്ദ്രമോദി വീഴുമോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം വീഴില്ല. അതിനുള്ള പ്രതിരോധ നടപടികൾ രാഷ്ട്രീയ തന്ത്രജ്ഞനായ ചാണക്യനായ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരിക്കും. അതുകൊണ്ട് പക്ഷെ ഇവിടെ നിതീഷ് കുമാറിനെ ഉയർത്തുന്ന അലോസരം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ ചേരാനും നിതീഷ് കുമാർ മടിക്കില്ല. നിതീഷ് കുമാറിന്റെ ചരിത്രം അങ്ങനെയാണ്. എത്ര പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയത്. ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിച്ചത് നിതീഷ് കുമാറിന്റെ കാർമ്മികത്വത്തിലാണ്. അദ്ദേഹം കാരണവരായി ഇരുന്നു കൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. സീറ്റ് വിഭജനത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് NDAയിലും. സീറ്റ് വിഭജനം പക്ഷേ അവർ നേരത്തെ പൂർത്തിയാക്കി. എങ്കിലും പലതരം പടലപ്പിണക്കങ്ങൾ ഇപ്പോഴുമുണ്ട്. തങ്ങളുടെ സ്വന്തം തട്ടകം എന്ന് കരുതിയ പല സീറ്റുകളും ചിരാഗ് പാസ്വാന്റെ LJPക്ക് കൊടുക്കേണ്ടി വന്നതിന്റെ ഒരു തലവേദന നിതീഷ് കുമാറിനുണ്ട്. അദ്ദേഹം അതിൽ നീരസത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ സഖ്യത്തിലെ ജിതൻ റാം മാഞ്ചിക്കും ഉപേന്ദ്ര കുശ്വാഹയ്ക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം NDAയിൽ പഴയ യോജിപ്പില്ല എന്നത് പ്രകടമാണ് എന്ന് അവിടെയുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ടിക്കറ്റ് നിഷേധത്തിൽ പ്രതിഷേധിച്ച് MLA ഗോപാൽ മണ്ഡൽ, മുൻ MLA മഹേശ്വർ യാദവ് തുടങ്ങിയവർ നിതീഷിന്റെ വസതിക്ക് മുന്നിൽ ധർണ നടത്തിയ സംഭവവും വലിയ വാർത്തയായതാണ്. അപ്പോൾ ഇതൊക്കെ NDAയുടെ വിജയ പ്രതീക്ഷകളെ ചെറുതായെങ്കിലും ബാധിക്കുമോ? ഒരു മുന്നണി സംവിധാനം, വിശാലമായ ഒരു മുന്നണി സംവിധാനം, NDA മുന്നണി സംവിധാനം ബീഹാറിൽ വിശാലമാണ്, അതിവിശാലമാണ്. പ്രധാനപ്പെട്ട 2 കക്ഷികൾ ഭാരതീയ ജനതാ പാർട്ടി 101 സീറ്റിൽ, ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ പാർട്ടി 101 സീറ്റുകൾ, തുല്യ സീറ്റുകളാണ്. അതിനുശേഷം വരുന്ന സീറ്റുകളിൽ കടുത്ത വിലപേശലുണ്ടായി. അതിൽ പാസ്വാന്റെ പാർട്ടി, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 29 സീറ്റിൽ മത്സരിക്കുന്നു. ജിതിൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 6 സീറ്റിൽ മത്സരിക്കുന്നു. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി 6 സീറ്റിൽ മത്സരിക്കുന്നു. മറ്റേതാനും ചെറു കക്ഷികളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു വിശാലമായ സഖ്യമാണ്. സ്വാഭാവികമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു പ്രധാന കാര്യം, BJP ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് നിതീഷിന്റെ തട്ടകങ്ങളെ ഇളക്കാൻ ശ്രമിച്ചു. അതായത് കൂടെ നിന്ന് കാലിൽ ചവിട്ടുന്ന പണിയാണ്. ഇത് നിതീഷിനെ വല്ലാതെ അലോസരപ്പെടുത്തി. അതുകൊണ്ടാണ് പിന്നീട് നിതീഷ് മറുകണ്ഠം ചാടിയതും ഈ ലാലുവിന്റെ മകൻ തേജസ്വിയുമായി ചേർന്നുകൊണ്ട് ഭരണത്തിൽ എത്തിയതും പിന്നീട് അത് വീണ്ടും മലക്കം മറിഞ്ഞതും ഒക്കെ തന്നെ സമീപകാല ചരിത്രം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കാര്യമായ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല എങ്കിലും അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ഇപ്പോഴത്തെ വ്യത്യാസം, ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്ന ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി NDA മുന്നണിയിൽ ചേർന്ന് മത്സരിക്കുന്നു. അപ്പോൾ അത് നൽകുന്ന ഒരു കാസ്റ്റ് കൺസോളിഡേഷൻ ഉണ്ട്. നോൺ യാദവ് OBCകളെ നിതീഷ് കുമാർ കൊണ്ടുവരും, മുന്നാക്ക വിഭാഗങ്ങളെ BJP കൊണ്ടുവരും, മഹാദളിതുകളെയും പിന്നാക്കക്കാരെയും ജിതിൻ റാം മാഞ്ചിയും അതുപോലെ ഒക്കെ കൊണ്ടുവരും. അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് തീർച്ചയായും ദളിതുകളുടെ ഒരു കുത്തക അവകാശം തന്നെ ചരിത്രപരമായി ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേരുമ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഇൻടാക്റ്റ് ആണ്. അതുകൊണ്ട് സീറ്റ് വിഭജന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എത്രത്തോളം കൺസോളിഡേറ്റഡ് ആയിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ലഭിക്കും. എന്റെ ഇപ്പോഴത്തെ നിഗമനം, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് വളരെ മുൻപുള്ള ഒരു നിഗമനമാണ്, നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന് കാര്യമായ നഷ്ടങ്ങൾ സംഭവിക്കും. BJPക്ക് ആ സഖ്യത്തിൽ തന്നെ അധികം നഷ്ടങ്ങൾ സംഭവിക്കില്ല. അതുകൊണ്ട് നിതീഷിന്റെ നഷ്ടം BJPയുടെ ലാഭമായും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് മറ്റ് ഘടകകക്ഷികളെ സമ്പുഷ്ടമാക്കി കൂടെ കൊണ്ടുപോയി
BJPയുടെ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു ആത്യന്തിക സ്വപ്നം അത് സാധൂകരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും BJP ഇപ്പോൾ നടത്തുന്നു. ഓക്കെ, എന്തായാലും ഇന്ന് NDAയുടെ സാധ്യതകൾ ബീഹാറിൽ എത്രത്തോളമാണ് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തായാലും അടുത്ത ദിവസം ഇനി ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, വോട്ട് ചോരിയൊക്കെ അവിടെ ഏശുമോ എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്.